പെണ്ണിനെ കാണലേ അനുവദിച്ചിട്ടുള്ളൂ, സംസാരിക്കൽ അനുവദിക്കപ്പെട്ട കാര്യമല്ല. പിന്നെ സംസാരമെന്ന് പറയുന്ന, ശബ്ദമെന്ന് പറയുന്നത് ഔറത്തല്ല, അതുകൊണ്ട് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും സംസാരം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് സംസാരിക്കുന്നതിന് ഫിഖ്ഹിൽ തെളിവില്ല എന്ന് മാത്രമല്ല, ഇനി സ്ത്രീയെ കാണുന്ന സമയത്ത് അവളും പുരുഷനും ഒറ്റയ്ക്ക് റൂമിൽ നിന്നുകൊണ്ട് സംസാരിക്കുക, അതും പാടില്ലാത്ത കാര്യമാണ്. ഹൽവത്ത്, അതൊരു അന്യ സ്ത്രീയും പുരുഷനും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒരുമിച്ച് കൂടുക, അത് ഇസ്ലാം വിലക്കിയ കാര്യമാണ്, അത് ചെയ്യാൻ പാടില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് വേറൊരു വലിയ വേണ്ടാത്തരമുണ്ട്. എന്താ? പുതിയാപ്പിള ചെക്കൻ വരുന്ന സമയത്ത് അവൻ്റെ ഏതാനും ചില സുഹൃത്തുക്കളുണ്ടാവും, അവരെല്ലാവരും കൂടി ഒന്നിച്ച് റൂമിലേക്ക് വയ്ക്കും. ആ റൂമിലേക്ക് ഒരു സ്ത്രീ കയറി വരും. അത് തനിച്ച ഹറാമാണ്. കാരണം ഈ സുഹൃത്തുക്കൾക്കൊന്നും അവർ പെണ്ണിനെ കാണാനുള്ള അധികാരം, അവകാശം ഇല്ല. അത് തെറ്റാണ്. അപ്പോൾ ഇനി ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ എന്താ ചെയ്യേണ്ടത്? സ്ത്രീ വരുമ്പോൾ സ്ത്രീയുടെ കൂടെ കാണാൻ പറ്റുന്ന ഏത് മഹറമായ സ്ത്രീയുടെ ഒപ്പയോ അല്ലെ ആങ്ങളെയോ ആരെങ്കിലും ഒരാളും കൂടി ആ റൂമിലുണ്ടാവുക, എന്നിട്ട് അവർ കാണട്ടെ. സംസാരിക്കുന്നത് നല്ല കാര്യമല്ല എന്ന് തന്നെയാണ്, സംസാരിക്കാതിരിക്കൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ശബ്ദം ഔറത്തല്ല എന്നുള്ള അഭിപ്രായം വെച്ചുകൊണ്ട് സംസാരിക്കാം. എന്നിരുന്നാലും അമിതമായി സംസാരിച്ചിരിക്കലും കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കലും എല്ലാം പാടില്ലാത്ത കാര്യം തന്നെയാണ്. അമിതമായ ആ രൂപത്തിലൊന്നും സംസാരിക്കാൻ പറ്റില്ല. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് സംസാരത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കേവലം ഒരു സംസാരം, ആ ഒരു സംസാരത്തിന് കുഴപ്പമില്ല എന്ന് ചില പണ്ഡിതന്മാരെങ്കിലും പറഞ്ഞത് അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം. എന്നിരുന്നാലും ഷാഫി മദ്ഹബിലെ മുഅ്തമദായ പ്രബലമായ അഭിപ്രായം സംസാരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്.